നമസ്കാരം, ഞാൻ വിനീഷ്, വയനാട്. ഇപ്പൊ ഞാനുള്ളത് ഒരു കാടിന്റെ സൈഡിലാണ്. അതിലൊരു പാലമുണ്ട്, പാലത്തിന്റെ സൈഡിലാണുള്ളത്. ഇന്ന് പോകുന്നത് തിരുനെല്ലി ക്ഷേത്രത്തിലേക്കാണ്. അപ്പൊ ഒരു അടിപൊളി സ്ഥലത്താണ്, നിങ്ങൾക്ക് എല്ലാം അറിയുന്ന സ്ഥലമാണ് വയനാട് തിരുനെല്ലി ക്ഷേത്രം. 2000 വർഷം പഴക്കമുള്ള ഒരു നമുക്ക് പറയാൻ പറ്റില്ല, അത് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല, എത്ര വർഷങ്ങളായി എന്നൊന്നും കറക്റ്റ് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. രണ്ട് സൈഡും കാടാണ്. അപ്പൊ അതിന് നടുക്കൂടെ റോഡുണ്ട്. ആന, പുലി, എല്ലാ മൃഗങ്ങളും ഉണ്ട്. അപ്പൊ കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കാം. എന്തായാലും നമുക്ക് കാണണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്, കാണുമെന്ന് വിശ്വസിക്കാം. അപ്പൊ നമുക്ക് യാത്ര ഇവിടുന്ന് ആരംഭിക്കാം. ഇപ്പൊ ഞാനുള്ളത് മാനന്തവാടിയിൽ നിന്ന് വന്ന് കാട്ടിക്കുളത്തുനിന്ന് ഇടത്തോട്ടാണ് ഈ റോഡ് വരുന്നത്. കുറെ ഇങ്ങെത്തുമ്പോൾ ഒരു പാലമുണ്ട്, ആ പാലത്തിന്റെ അടുത്താണ് ഞാനിപ്പോ ഉള്ളത്. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് യാത്ര ആരംഭിക്കാം. ചെറിയൊരു വണ്ടിയിലാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങൾ അവിടെ എത്തിയിട്ട് കാണാം. ഞാനിപ്പോ എന്താ പറയാ, കുറച്ച് ഇങ്ങോട്ട് എത്തി കാടിന്റെ ഉള്ളിലോട്ട്. അപ്പൊ നമ്മളെ വീഡിയോസ് കാണുന്നവരാണ്, അപ്പൊ എന്റെ ചാനലിലെ കാണലുണ്ട്. അപ്പൊ എന്തായാലും കണ്ടതിൽ സന്തോഷം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ ആന ഇറങ്ങുമല്ലോ? ഇവിടെ ആന ഇറങ്ങും ഫുൾ ടൈമോ? ഫുൾ ടൈം ഇല്ല, രാത്രിക്ക് ഇറങ്ങും. അപ്പൊ ആൾക്കാരും ഇങ്ങോട്ട് ഇല്ല, ക്ലോസ് ആണ്. നിങ്ങളെ വീട് എവിടെയാ? അപ്പൊ ഇവിടെ തന്നെ അടുത്തുള്ളൊരു ആണല്ലേ? കൊറേ പോണോ? ഇല്ല, ഇവിടുന്ന് ഒരു അല്ല പുലിയൊക്കെ ഉണ്ടോ? അല്ല, കൊറേ പേര് പറഞ്ഞു പുലി കാണാറൊന്നുമില്ല, ഇടയ്ക്ക് കാണും, ഇടയ്ക്ക് കാണും. ഈ അമ്പലത്തിലോട്ടേ രാത്രി ഇതിലെ വണ്ടി എങ്ങനെ? രാത്രി പോകും, കാറല്ല പോകും, കാറ്, ജീപ്പ് ആണല്ലേ? അപ്പൊ ഇത് അടയ്ക്കുന്ന പരിപാടി ഇല്ല? അടയ്ക്കില്ല, ഫുൾ ടൈം ഓപ്പണാ. ഞാനിപ്പോൾ തിരുനെല്ലി ക്ഷേത്രത്തിലാണുള്ളത്. എന്നോടൊപ്പം ഉള്ളത് മേൽശാന്തി ആണ്, EN കൃഷ്ണൻ നമ്പൂതിരി. മേൽശാന്തിയോടൊപ്പമാണ് ഞാനുള്ളത് തിരുനെല്ലി ക്ഷേത്രത്തിൽ. ക്ഷേത്ര ഐതിഹ്യങ്ങളെക്കുറിച്ചും ഇവിടെയുള്ള എന്തൊക്കെയാണോ കാര്യങ്ങൾ, അതൊക്കെ നമുക്ക് മേൽശാന്തിയോട് ചോദിച്ചേക്കാം. നെല്ലി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഭാരതത്തിലെ ഏറ്റവും പൗരാണികമായ ക്ഷേത്രമാണ്. അതായത് ബ്രഹ്മാവ് തപസ്യ ചെയ്ത് മഹാവിഷ്ണുവെ പ്രത്യക്ഷപ്പെടുത്തി പിതൃമോക്ഷത്തിനായി പ്രതിഷ്ഠ ചെയ്തു എന്നുള്ളതാണ് തിരുനെല്ലി ക്ഷേത്രത്തിന്റെ ഐതിഹ്യം. അപ്പം ബ്രഹ്മാവിന്റെ കാലഘട്ടം ഈ ക്ഷേത്രത്തിന് പഴക്കമുണ്ട്. ഇവിടെ പരശുരാമൻ, ശ്രീരാമൻ, സനകാദി മഹർഷിമാര്, ഇത്തരത്തിലുള്ള മഹാരഥന്മാർ വന്ന് ബലിയിട്ടൊരു സ്ഥലമാണ്. പിണ്ടപ്രാധാന്യമാണ് ഇവിടെ ഏറ്റവും പ്രധാനം. അതായത് ബ്രഹ്മാവ് തപസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പിതൃമോക്ഷത്തെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള തപസ്. അങ്ങനെ വിഷ്ണു ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയും ഇവിടെ മഹാവിഷ്ണുവെ പ്രതിഷ്ഠ ചെയ്തു. അപ്പോൾ ഈ പ്രതിഷ്ഠയുടെ ഉദ്ദേശം പിതൃമോക്ഷമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ബലിയിടലിന്റെ ഏറ്റവും പ്രാധാന്യം അത് തന്നെയാണ്. പാപനാശിനി എന്ന് പറയുന്ന അരുവിക്കരയുണ്ട്, അവിടെ ഗയയിൽ ബലിയിടുന്നതിന് തുല്യമാണ്. ഗയയിൽ നമ്മൾ ബലിയിടുന്നതിന് തുല്യമായിട്ടുള്ള ഗയാശില തന്നെയാണ് തിരുനെല്ലി ക്ഷേത്രത്തിലുള്ള പാപനാശിനിയിൽ. അപ്പോൾ അവിടെ ചെന്ന് കുളിച്ച് പിതൃക്കൾക്ക് വേണ്ടി കർമ്മം ചെയ്ത് ഇവിടെ ക്ഷേത്രത്തിൽ വന്ന് സാക്ഷാൽ വിഷ്ണു ഭഗവാനെ തൊഴുത് പ്രാർത്ഥിച്ചാൽ അവരുടെ തറവാട്ടിലുള്ള എല്ലാ പിതൃക്കൾക്കും മോക്ഷം കിട്ടിയെന്നുള്ളതാണ് ഇവിടുത്തെ ഐതിഹ്യം. ബ്രഹ്മാവ് ഇറങ്ങിയ മലയായതുകൊണ്ടാണ് ബ്രഹ്മഗിരി എന്ന പേരിൽ ഈ വടക്ക് വശത്തുള്ള മല അറിയപ്പെടുന്നത്. പിന്നീട് ഇന്ന് ക്ഷേത്രം കാണുന്ന സ്ഥലത്ത് വെച്ച് തപസ് ചെയ്തു ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു, ഒരു നെല്ലിമരത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ തിരുനെല്ലി എന്ന പേര് ക്ഷേത്രത്തിന് കിട്ടി എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ക്ഷേത്രത്തിന്റെ പഴക്കം പറയുന്നത് ഇന്നിപ്പോ ഉള്ള ഈ ആധുനികമായ കണ്ടുപിടുത്തം അനുസരിച്ച് 5000 വർഷം, അതായത് ഈ പുരാവസ്തു വിഭാഗക്കാർ വന്ന് ഇതൊക്കെ പരിശോധിച്ച് അവർ പറഞ്ഞത് 5000 വർഷത്തോളം പഴക്കം. അത് ശരിയാണ്. അതുകൊണ്ട് തന്നെ പരശുരാമൻ, ശ്രീരാമൻ ഇവരൊക്കെ ബലിയിട്ടു എന്ന് പറയുമ്പോൾ അതിനു മുന്നേ പിന്നെ നമ്മുടെ പത്മപുരാണം, ഗരുഡപുരാണം മുതലായ പുരാണങ്ങളിൽ ക്ഷേത്രത്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. അപ്പോൾ അതൊക്കെ പുരാണം എഴുതപ്പെടുന്നതിന് മുന്നേ ക്ഷേത്രം ഫേമസ് ആയിരുന്നു. അപ്പോൾ അത്രയും പഴക്കം ക്ഷേത്രത്തിനുണ്ട്. ഈ കൊട്ടിയൂര് അമ്പലം ഇതുമായിട്ട് എന്തോ ഒരു പറയുന്നുണ്ട്, ഞാൻ കേട്ടറിവ് മാത്രമേ ഉള്ളൂ. അതെന്തെങ്കിലും ഉണ്ടോ സംഭവം? ആ അമ്പലത്തിന് ഇതുമായിട്ട് എന്തെങ്കിലും വാളെടുത്ത് പോകുന്നത്? വാളെടുത്തല്ല,
തിരുനെല്ലി ക്ഷേത്രവും കൊട്ടിയൂർ ക്ഷേത്രവുമായി അഭേദ്യമായ ബന്ധമാണുള്ളത്. പണ്ട് കാലത്ത് ആ തിരുനെല്ലി കൊട്ടിയൂർ ക്ഷേത്രത്തിന്റെ നടത്തിപ്പിന് ആവശ്യമായിട്ടുള്ള ഈ സഹായങ്ങൾ തിരുനെല്ലിയിൽ നിന്നും ചെയ്തു കൊടുത്തിരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഐതിഹ്യം പറയുന്നത്. ഇവിടുന്ന് നിന്ന് ഈ ഫോറസ്റ്റിലൂടെ നമ്മൾ ക്രോസായിട്ട് പടിഞ്ഞാറ് ഭാഗത്ത് ആ മൂലക്കൂടെ പോവുകയാണെങ്കിൽ കേവലം 8 കിലോമീറ്റർ യഥാർത്ഥത്തിൽ കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്കുണ്ട്. അപ്പൊ ആ പണ്ട് കാലത്ത് ദേവസ്വം ചെലവിൽ ഫോറസ്റ്റിൽ കൂടി ഈ വഴി നമ്മൾ തെളിയിച്ചിരുന്നു. അങ്ങനെ കൊട്ടിയൂരേക്കും തിരുനെല്ലിയിലേക്കും ആൾക്കാർ പോവും വരികയും ചെയ്തിരുന്നു ഉത്സവകാലത്ത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള രേഖയുണ്ട്. പിന്നീട് ക്ഷേത്രത്തിന് 2500 ഏക്കർ സ്വത്താണ് യഥാർത്ഥത്തിൽ തിരുനെല്ലി ക്ഷേത്രത്തിന്റെ. ഇത് മുഴുവൻ ഫോറസ്റ്റായി മാറി ബാക്കിയുള്ള കുറച്ച് സ്ഥലങ്ങൾ ഉണ്ടായത് കൈവശം വെച്ചവർക്ക് പട്ടയവും കൊടുത്തു. അങ്ങനെ ഇപ്പൊ 1 ഏക്കർ സ്ഥലം മാത്രമാണ് തിരുനെല്ലി ക്ഷേത്രത്തിന്. പിന്നെ അമ്പലങ്ങ് മാറി വന്നു. അപ്പൊ തുടക്കം ഇത് വരുന്ന മുന്നേ ആദ്യം ഇവിടെ അമ്പലം വരുന്ന മുന്നേ എങ്ങനെയായിരുന്നു ഇവിടുത്തെ സ്ഥിതി എന്ന് പറയുന്നത്? തുടക്കമായി ഫസ്റ്റിൽ അതൊന്ന് പറഞ്ഞാൽ പറ്റുമോ? അതാ ബ്രഹ്മാവ് തപസ് ചെയ്ത് ആ വിഷ്ണു ഭഗവാൻ പ്രതിഷ്ഠിതനായി ഈ ചുറ്റിലും മലകളുടെ ഇടയിൽ കൂടെ ഒഴുകി വരുന്ന അരുവി അതെ, പാവനാശിനി കരയിലാണ് ബലികർമാദികൾ ചെയ്യുന്നത്. ഫുൾ ടൈം എല്ലാ ദിവസവും നിൽക്കുന്ന സമയം ഇല്ല. എല്ലാ ദിവസവും ബലിയിടുന്നത് തിരുനെല്ലി ക്ഷേത്രം. മഴക്കാലത്ത് കൂടുതൽ വെള്ളം ഉണ്ടാകുമ്പോൾ കുറച്ച് മുകൾ ഭാഗത്ത് ആൾക്കാർ അങ്ങോട്ട് പൂവമ്പരി ചെയ്യുന്നതിനൊന്നും ബുദ്ധിമുട്ടില്ല. അതിന്റെ അരുവിക്കരേന്റെ മുകളിലായിട്ട് വരും. ഇപ്പാകുമ്പോൾ ഉള്ളിൽ ഏറ്റവും അടിയിൽ തന്നെ കുറച്ചല്ലേ വെള്ളമുള്ളൂ. അപ്പൊ അതിനനുസരിച്ച് അടിയിൽ ഭാഗത്തായിട്ട് ബലിയിടും. അല്ല, ഇതിന് മുന്നേ എന്തോ ഒരു ചെറിയ പ്രശ്നം അങ്ങനെ കേട്ടിരുന്നു, അറിയില്ല എന്താ സംഭവം. ഇല്ല, അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ആണല്ലേ? എന്തോ ബലിയിടാൻ പാടില്ല അങ്ങനെ എന്തൊക്കെ? ഇല്ല, അത് ഒരു തെറ്റിദ്ധാരണ സംഭവം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതായത് കഴിഞ്ഞ ഉണ്ടായ ഒരു 5 വർഷം മുന്നേ ഒരു സ്വർണ്ണ പ്രശ്നം നടന്നു. ഈ സ്വർണ്ണ പ്രശ്നത്തില് പറഞ്ഞത് യഥാർത്ഥത്തില് അസ്ഥി, ചിതാഭസ്മം മുതലായ കാര്യങ്ങൾ കൊണ്ട് ഇവിടെ വെക്കണ്ടെന്ന് മാത്രമാണ് പറഞ്ഞിരുന്നത്. ബലിയിടണ്ടെന്ന് ഒരിക്കലും പറയില്ല. കാരണം തിരുനെല്ലി ക്ഷേത്രത്തിന്റെ ഉദ്ദേശം തന്നെ പിതൃമോക്ഷവും ബലിയും തന്നെയാണ്. അപ്പൊ ആ ഒരു സ്ഥലത്ത് ബലിയിടണ്ട എന്നുള്ളത് കുപ്രചരണം നടത്തുക എന്ന് പറ്റില്ല. നമുക്കിപ്പോ ഇവിടെ ഈ അസ്ഥി, ചിതാഭസ്മം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മരിച്ചവരുടെ അതേ അശുദ്ധി, അതായത് കൊലയുടെ അശുദ്ധി ഉള്ളതാണ്. അപ്പൊ അതും എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വരണ്ട എന്നുള്ള നിലയിൽ അത് ചെയ്യണ്ട എന്ന് പറഞ്ഞു എന്ന് മാത്രമേ അതെ, അത് അവരുടെ ക്ഷേത്രത്തിലേക്ക് ആൾക്കാരെ വിളിക്കാനുള്ള ഓരോ സൂത്രങ്ങളായിരിക്കും. അങ്ങനെയുണ്ട് ആ കൂട്ടത്തിൽ പല വിധത്തിലുള്ള ഉണ്ടാവും. പക്ഷെ തിരുനെല്ലി ക്ഷേത്രത്തിൽ ബലി ഒരിക്കലും നിർത്താൻ പറ്റില്ല. ഈ ക്ഷേത്രത്തിന്റെ ഉദ്ദേശം തന്നെ ബലിയിട്ട് പിതൃമോക്ഷമാണ്. പക്ഷെ കുറെ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഡെയിലി 400-500 ആൾക്കാർ ബലിയിടുന്നു. ഇന്നിപ്പോ എന്ന് പറഞ്ഞാൽ ഒരു 2000 ആൾക്കാരോളം ബലിയിട്ടു. ഇന്ന് കൊട്ടിയൂരത്തെ പ്രധാനപ്പെട്ട ദിവസമാണ്, ഒഴിവ് ദിവസമാണ്. അപ്പൊ അവിടെ വരുന്ന ആൾക്കാർ നല്ലൊരു ശതമാനം ഇവിടെ വന്ന് തൊഴുതിട്ടാ പോകുന്നത്. അതുപോലെ ഇവിടെ തൊഴുതിട്ട് പിന്നെ അവിടെയും പോയി തൊഴുതു പോകുന്നവർ അങ്ങനെ ഇവിടെ ഇപ്പം തെക്ക് വശത്തുനിന്ന് ഇപ്പം കോഴിക്കോടിന്റെ അപ്പുറമുള്ള ആൾക്കാർ വരുമ്പോൾ തിരുനെല്ലി ക്ഷേത്രത്തിൽ വന്ന് തൊഴുക, കൊട്ടിയൂർ തൊഴുക, തിരിച്ചു പോവുക. അങ്ങനെ അഥവാ കൊട്ടിയൂർ വരിക, തിരുനെല്ലി വരെ ഈ ഭാഗത്തുള്ള ക്ഷേത്രങ്ങളൊക്കെ തൊഴുതിട്ട് തിരിച്ചു പോവുക. അതെ, ഈ ഒരു നിലയിലാണ്. രണ്ടമ്പലായിരിക്കില്ല, അതിനിടയിൽ അവർക്ക് ഇടയ്ക്ക് ഉണ്ടോ. ഏതായാലും തിരുനെല്ലിയും കൊട്ടിയൂരും തൊഴുതിട്ടായിരിക്കും ആൾക്കാർ പോകുക. ശരിക്കും ഇവിടെ ഭഗവാൻ ശരിക്കും സാക്ഷാൽ ചതുർബാഹുവായ. അല്ലാതെ 2ആയിട്ടാണോ വരുന്നത്, 3ആയിട്ടാണോ വരുന്നത്? അല്ല, 2ആയിട്ടാണോ 3ആയിട്ടാണോ? സാധാരണ ഒരു ഇതായിട്ട് ആണല്ലേ? അല്ല, നമ്മളിപ്പോ ഇപ്പൊ ഒരു സ്ഥലത്ത് നമ്മളിപ്പോ കൊട്ടിയൂർ പോയാൽ പറയും, ചില അമ്പലങ്ങളിൽ പോയി പറയും 3 മൂർത്തികളുണ്ട് എന്നൊക്കെ പറയില്ല. അങ്ങനെയില്ല, അങ്ങനെ സാക്ഷാൽ വിഷ്ണുദേവൻ, അതായത് പിതൃമോക്ഷദായകൻ എന്ന് പറയുന്ന സാക്ഷാൽ വിഷ്ണുവാണ്, അവതാരമല്ല എന്നർത്ഥം. അതുകൊണ്ടാണ് ആ പാദത്തിലേക്ക് ചേർത്ത് പാവാഴിച്ചു കൊണ്ടുവരുന്ന പ്രതിമ പാവനാശിനി കൊണ്ടുപോയി ബലിയിട്ട് ഇവിടെ വിഷ്ണു പാദത്തിലേക്ക് ചേർക്കുകയാണ്. അതുപോലെ തന്നെ അവിടെ ബലി കഴിയുമ്പോഴും ഉദ്വസിക്കുന്നത് ഭഗവാന്റെ പാദത്തിലേക്കാണ്, ശ്രീപാദത്തിലേക്കാണ് ഉദ്വസിക്കുന്നത്. ഈ വിഷു ദിവസമൊക്കെ എങ്ങനെയാണ് ഉള്ള കാര്യങ്ങൾ? വിഷു ഇവിടെ ഉത്സവം എന്ന് പറയുന്നത് വിഷുവോടനുബന്ധിച്ച് 3 ദിവസങ്ങളാണ്. വിഷു ആയെന്ന് കണി കാണുന്നതോടുകൂടി അത് കഴിയും. പക്ഷെ അതിന്റെ അന്നാ ദിവസം പരിപാടി, അതിന് ഉത്സവത്തിന് ധാരാളം പരിപാടികൾ, പൂജയും കർമ്മങ്ങളൊക്കെ അന്ന് അത് പ്രത്യേകിച്ചിട്ടുള്ള നവകം, ശ്രീഭൂത വലിയ കാര്യങ്ങൾ, തന്ത്രി വരും. അപ്പൊ അങ്ങനെ വിശദമായിട്ടുള്ള പൂജകളും കാര്യങ്ങളും നടക്കുന്നുണ്ട്. പിന്നെ ഈ ക്ഷേത്രത്തിൽ വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് കിണറില്ല. അപ്പോ ഈ കരിങ്കൽ പാത്തിയിൽ കൂടിയാണ് ക്ഷേത്രം. ബ്രഹ്മഗിരിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു നീരുറവയിൽ നിന്ന് കരിങ്കല്ല് കൊണ്ട് പാത്തി ഉണ്ടാക്കി ക്ഷേത്രത്തിന്റെ തടുപ്പള്ളി, അതന്നെ ഇത് ഈ കാണുന്നത്. അപ്പൊ ക്ഷേത്രത്തിന്റെ തടുപ്പള്ളിയിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത്. അത് ചിറക്കൽ രാജാവിന്റെ ഭാര്യ ഈ ക്ഷേത്രം സന്ദർശിച്ചു. അപ്പൊ ഈ ക്ഷേത്രത്തിൽ അന്ന് പാപനാശിനി തലച്ചമുടായി ശാന്തിക്കാർ പൂജാ ആവശ്യത്തിനുള്ള വെള്ളം കൊണ്ടുവന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ അത് അവരോട് ഈ ബുദ്ധിമുട്ട് നമ്മൾ ഉണർത്തുകയും അപ്പൊ അവരതിന് പരിഹാരം എന്ന നിലയിൽ
ഇന്ന് കാണുന്ന ഈ കരിങ്കൽ പാത്തി നിർമ്മിച്ചു തരുന്നു എന്നുള്ളതാണ് കഴിഞ്ഞു. അപ്പൊ ഇതിന്റെ മുന്നേ തന്നെ കുറെ കാര്യങ്ങൾ നമ്മൾ ഇപ്പൊ നമ്പൂതിരിക്ക് തന്നെ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ഇപ്പോഴും ഉണ്ട്. എനിക്ക് പറയാൻ പറ്റില്ല, എല്ലാ കാലഘട്ടം ഒരു തലമുടിയുടെ ഒരു ഇതും കൂടെ വരുന്നില്ല. അല്ല, അങ്ങനെ പറയാൻ കാരണം വെച്ചാല് നമുക്കത് പറയാൻ പറ്റൂല. കാരണം വെച്ചാൽ അതിന്റെ ഒരു കഥയാണ്. ഇപ്പൊ തന്നെ ഞാൻ കഴിഞ്ഞ കുങ്കിച്ചിറ എന്ന് പറയുന്ന സ്ഥലം ഷൂട്ട് ചെയ്യാൻ പോയപ്പോ അവിടെ ഒരു അച്ഛൻ എന്നോട് പറഞ്ഞു തന്ന പോലെ നമുക്കത് പറയാൻ പറ്റൂല. ചിലത് ഒരു ഊഹം വെച്ച് നമ്മളത് പറയണം. അറിയാവുന്ന കാര്യം നമ്മൾ കേട്ടറിവില് നടന്ന സംഭവം. നമ്പൂതിരി ഇവിടെ വന്നിട്ട് ഇപ്പൊ ഏകദേശം ഞാൻ 35 വർഷമായി. 35 വർഷത്തെ കാര്യങ്ങളൊക്കെ അതുപോലെ അതിന് മുന്നിലുള്ള ആൾക്കാർ പറയുന്ന കേട്ട് നമ്മുടെ അച്ഛനൊക്കെ പറയുന്ന പോലെ അതൊക്കെ തന്നെ എനിക്ക് പറയാൻ പറ്റും. എന്റെ അച്ഛൻ ഈ വേർപിരിഞ്ഞു പോയ സമയത്ത് ഇവിടെ തന്നെയാണ് ഞാൻ അതെല്ലാരും ഉണ്ടാവും. ഇപ്പൊ കേരളത്തിൽ അച്ഛന്റെ അമ്മയും വേർപിരിഞ്ഞു, അച്ഛനും പോയി. അന്ന് അച്ഛൻ മരിച്ച സമയത്ത് അച്ഛന്റെ അമ്മയാണ് എന്നെ കൊണ്ടുവന്ന് വലിയിട്ടത്. ഇന്ന് എനിക്ക് അച്ഛന്റെ അമ്മ ഇല്ല. അപ്പൊ അവരിവിടെയാണ് വലിയിട്ടത്. അതെ, ഇവിടെ വന്ന് തൊഴുമ്പം ഈ തിരുനെല്ലി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ മറ്റു ക്ഷേത്രത്തിന് പോലെയല്ല. നമ്മൾ ബലിയിട്ട് സമർപ്പിക്കുന്നത് നമ്മളെ പിതൃക്കളെയാണ് സമർപ്പിക്കുന്നത്. അപ്പൊ നമ്മളതാണ് ഈ ക്ഷേത്രം. തീർച്ചയായും എല്ലാവരുടെയും. അതെ, ഇപ്പൊ തിരുനെല്ലി ക്ഷേത്രത്തിന്റെ ജീർണോദ്ധാരണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇപ്പം ശ്രീകോവിലിന്റെ പണി കഴിഞ്ഞ് അതുപോലെ തന്നെ നമസ്കാര മണ്ഡപത്തിന്റെ വർക്കുകളൊക്കെ കഴിഞ്ഞു. ഇപ്പൊ ചുറ്റമ്പലത്തിന്റെ വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഫൗണ്ടേഷൻ പണിയെ എത്തിയിട്ടുള്ളൂ. അപ്പൊ അത് ഭക്തജനങ്ങളുടെ സഹകരണത്താലാണ് നമ്മൾ ഈ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്നത്. ഏകദേശം 7 കോടി രൂപയോളമുള്ള ചെലവുകൾ ഈ കാര്യത്തിനുണ്ട്. മൊത്തം കരിങ്കല്ല് കൊണ്ട് കൈകാര്യം ചെയ്യാൻ, അതുപോലെ തന്നെ മുകൾ ഭാഗത്ത് നല്ല തേക്കിന്റെ ഇത് വെച്ച് ചെമ്പടിക്കാനുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പം കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ തിരുനെല്ലി ക്ഷേത്രത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും സംഭാവന അയക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ പിതൃക്കൾക്ക് ഇതിൽ അനുഗ്രഹം കിട്ടാൻ വേറൊരു കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ഭക്തജനങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഒരു സമയത്ത് പരമാവധി ക്ഷേത്രത്തിന് വേണ്ടി ചെയ്യുക. നമ്മളൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ കുറെ പേര് ഈ അമ്പലത്തിലേക്ക് വെലിയിടാനായിട്ട് വരുന്നുണ്ട്, അല്ലാതെ ടൂറിസ്റ്റ് ആയിട്ട് വരുന്നവരുണ്ട്. പക്ഷെ എന്നാലും അവർ അമ്പലത്തിൽ തൊഴുതിട്ട് തന്നെയാണ് കൂടുതലും. തിരുനെല്ലി ക്ഷേത്രം എന്ന് പറയുന്നത് ആർക്കും വരാം. അതെ, വയനാട്ടിലത്തെ ടൂറിസ്റ്റ് മേഖലയിൽ നമ്പർ 1 ആണ്. തിരുനെല്ലിയിലെ ഇത് ടൂറിസ്റ്റ് മാപ്പ് എടുത്തു നോക്കിയാൽ തിരുനെല്ലി ക്ഷേത്രമാണ് ഫസ്റ്റ് കാണും. വയനാട്ടിൽ നോക്കുമ്പോൾ തിരുനെല്ലി ക്ഷേത്രം കാണാം. കേരളത്തിൽ ഇപ്പൊ ഈ വെലിയിടുന്ന സ്ഥലം ഇപ്പൊ 2 ഉള്ളൂ അല്ലെ, പ്രധാനമായിട്ട്. അതൊന്നും ഇപ്പൊ ഒരുപാട് ക്ഷേത്രങ്ങളായി കഴിഞ്ഞു. പക്ഷെ യഥാർത്ഥത്തിൽ തിരുനെല്ലി, തിരുവല്ലം, അതെ നേരത്തെ പറഞ്ഞ എവിടെ ഒരു സ്ഥലം ഉണ്ടായിരുന്നല്ലോ, പേര് മറന്നു, എനിക്ക് ഓർമ്മ. ഇല്ലെന്നെല്ലി വല്ല അവനവന്റെ വീട്ടിൽ അല്ലെങ്കിൽ തിരുനെല്ലി അല്ലെങ്കിൽ തിരുവല്ലം, ഇതാണ് പറയുന്നത്. ഈ 3 യഥാർത്ഥത്തിലുള്ളത്. ഈ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ മുന്നേ ഇത് ഒരു ദിവസം ടിവിയിൽ കണ്ടിട്ടുണ്ട്. നമ്മുടെ നസീർ സാറിന്റെ ഒരു പടം ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ടീച്ചറാണ് എഴുതിയത്. അപ്പൊ ഒരു സിനിമ തന്നെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നുമല്ല, ധാരാളം സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ നെല്ല് എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രമായി അദ്ദേഹം പറഞ്ഞ ഞാൻ കേട്ടറിവിൽ ഒന്നേ ഉള്ളൂ, അത് നെല്ല് എന്ന് പറഞ്ഞ സിനിമയാണ് ഷൂട്ട് ചെയ്തത്. നെല്ലില്ല, നമ്പൂതിരിക്കാരൻ എത്ര സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ. അങ്ങനെ ഇപ്പൊ കണക്കൂട്ടി നസീർ സാറിന്റെ ഒരു പടം നെല്ല് മാത്രമല്ല, കുറെ ഉണ്ടല്ലേ. അത് കുറെ കഥ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങള് നമ്പൂതിരി പറഞ്ഞു തന്നു. എന്തായാലും ഒരുപാട് സന്തോഷം. ആയിക്കോട്ടെ, ഒരുപാട് സന്തോഷം. ഇവിടെയുള്ള നമ്പൂതിരിയുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പൊ എന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ പേര് വിനീഷ് വയനാട്, ഫേസ്ബുക്കിന്റെ പേര് വിനീഷ് വയനാട്. അപ്പൊ നമ്മളെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെൽ ബട്ടൺ അമർത്തിയാൽ നിങ്ങൾക്ക് പുതിയ വീഡിയോ എന്തായാലും വരുന്നതാണ്. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്കുകൾ, കമന്റുകൾ എഴുതി വിടുക. പുതിയ വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.